നമസ്കാരം. കൊറോണ ബാധിച്ച് ലോകം നേറിയപ്പോൾ പ്രവാസികളെ എങ്ങനെ നാട്ടിലെത്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം ആരാഞ്ഞത് രണ്ട് വ്യക്തികളോടാണ്, പ്രശാന്ത് മങ്ങാട്ടും പ്രമോദ് മങ്ങാട്ടും. എന്നാൽ കഥ മാറിയത് വളരെ പെട്ടെന്ന്. കേരളം ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേയുള്ളൂ: പാലക്കാട്ടുകാരായ മങ്ങാട്ട് സഹോദരന്മാർ. ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നു സാക്ഷാൽ ബി.ആർ. ഷെട്ടിയെ വീഴ്ത്തിയ മലയാളി തട്ടിപ്പുകാരുടെ കഥ. NMC ഹെൽത്ത് കെയർ സ്ഥാപകനും UAE എക്സ്ചേഞ്ച് ഉടമയുമായ ബി.ആർ. ഷെട്ടിയുടെ പതനം വാർത്തകളിൽ നിറഞ്ഞതോടെയാണ് മങ്ങാട്ട് സഹോദരന്മാരും ചർച്ചകളിലെത്തിയത്. അബുദാബി കേന്ദ്രമാക്കിയ NMC ഹെൽത്ത് കെയറിലെ കോടികളുടെ ക്രമക്കേടിന് പിന്നിൽ താൻ വിശ്വസിച്ച് ഒപ്പം കൊണ്ടുനടന്നവരാണ് എന്ന് മുൻ ചെയർമാൻ ബി.ആർ. ഷെട്ടി വെളിപ്പെടുത്തിയതോടെ ക്രിമിനൽ കേസിൽ പ്രതിക്കൂട്ടിലാകുന്നത് മലയാളികളായ മങ്ങാട്ട് സഹോദരന്മാരാണ്. അതായത് പ്രശാന്ത് മങ്ങാട്ടും പ്രമോദ് മങ്ങാട്ടും. ഷെട്ടി അബുദാബി പോലീസിലും കോടതിയിലും നൽകിയ മൊഴികളിലും ക്രമക്കേടിന്റെ പേരിൽ വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴത്തെയും മുൻപത്തെയും എക്സിക്യൂട്ടീവുകൾക്ക് നേരെ തന്നെയാണ്. CEO ആയിരുന്ന പ്രശാന്ത് മങ്ങാട്ടിന്റെ മിസ് മാനേജ്മെന്റും ചൂഷണവുമാണ് കമ്പനിയെ തകർക്കുന്ന തരത്തിലേക്ക് നയിച്ചത് എന്നാണ് ഉയരുന്ന ആരോപണം. താൻ സ്ഥാപക ചെയർമാനും 2017 ശേഷം നോൺ ജോയിന്റ് എക്സിക്യൂട്ടീവ് ചെയർമാനും ഓഹരി ഉടമയും മാത്രമായിരുന്നു എന്നാണ് ഷെട്ടി പറയുന്നത്. CEO ആയിരുന്ന പ്രശാന്ത് മങ്ങാട്ടായിരുന്നു ഷെട്ടിയേക്കാൾ 10 മടങ്ങ് ശക്തൻ. ഷെട്ടിക്ക് തങ്ങളിലുള്ള അവിശ്വാസം മുതലെടുത്ത് മങ്ങാട്ട് സഹോദരന്മാർ മുതലെടുപ്പ് നടത്തുകയായിരുന്നുവെന്നാണ് ആരോപണം. പ്രശാന്ത് മങ്ങാട്ട് നാട്ടിലേക്ക് മുങ്ങിയതിന് പിന്നാലെ ഇവരുടെ ക്രമക്കേടുകൾക്ക് ഒത്താശ ചെയ്ത 12ഓളം പേരും പിന്നാലെ മുങ്ങി. പ്രശാന്ത് മങ്ങാട്ട് CEO ആയ ശേഷം നേരത്തെ തലപ്പത്തുണ്ടായിരുന്ന പ്രമുഖരെ മാറ്റി തനിക്ക് ഇഷ്ടമുള്ളവരെ നിയമിച്ചു. എന്നാൽ തീരുമാനങ്ങൾ പാളിയപ്പോൾ മുങ്ങി. 30,000-ഓളം പേരുടെ തൊഴിൽ പ്രതിസന്ധിയിലാകാൻ കാരണം മങ്ങാട്ട് സഹോദരന്മാരാണ് എന്നാണ് ആരോപണം. 2019 ഡിസംബറിന് ശേഷം NMCയിലുണ്ടായ സംഭവങ്ങൾ തന്നെ ഞെട്ടിച്ചുവെന്ന് പറഞ്ഞാണ് ഷെട്ടി കൈകഴുകുന്നത്. ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാൻ പറയുന്നത് ഇങ്ങനെയാണ്: ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കാൻ താൻ ഒരു കമ്മീഷനെ തന്നെ നിയോഗിച്ചിരുന്നു. തന്റെ പേരിൽ ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടുകളും വ്യാജ ഇടപാടുകളും ഒരിക്കലും തന്റെ അനുമതിയോ സമ്മതമോ ഇല്ലാതെയാണ്. വ്യാജ വായ്പകൾ, വ്യക്തിഗത ഗ്യാരന്റുകൾ, ചെക്കുകൾ, ബാങ്ക് ഇടപാടുകൾ എല്ലാം തന്റെ കള്ള ഒപ്പിട്ടായിരുന്നു നേടിയത്. ഇതിന് താൻ ആരെയും അധികാരപ്പെടുത്തിയിരുന്നില്ല. തന്റെ അറിവോ സമ്മതമോ അനുമതിയോ ഇല്ലാതെയാണ് ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത്. തട്ടിപ്പ് മറച്ചുവെക്കാൻ തന്റെ പേരിലുണ്ടാക്കിയ കമ്പനികളും അറിവോ സമ്മതമോ ഇല്ലാതെയാണ്. തന്റെ ചില സ്വകാര്യ കമ്പനികളുടെ പ്രവർത്തനം സംബന്ധിച്ചും തന്റെ തന്നെ മാനേജ്മെന്റ് ടീമിലെ അംഗങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ചും വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ധനകാര്യ സ്റ്റേറ്റ്മെന്റുകൾ നൽകി പബ്ലിക് കമ്പനികളുടെ യഥാർത്ഥ ധനകാര്യ സ്ഥിതി മറച്ചുവെക്കാൻ വേണ്ടി തന്റെ സ്വകാര്യ കമ്പനികളും പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടുകളും ഉപയോഗിച്ചു ചെലവിലെ അഴിമതി ഇതെല്ലാമാണ് സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കുടുംബപരമായ കാരണങ്ങളാൽ കൊണ്ടാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് എന്നും ഷെട്ടി ന്യായീകരിക്കുന്നുണ്ട്. തന്റെ പേരിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കി സത്യം പുറത്തു കൊണ്ടുവരാൻ കഠിനമായി ശ്രമിക്കുന്നുണ്ട്. സത്യം കണ്ടെത്താനും ക്രമക്കേടിലൂടെ നഷ്ടമായ ഫണ്ടുകൾ ഉത്തരവാദികളിൽ നിന്ന് വീണ്ടെടുത്ത് യഥാർത്ഥ അവകാശികൾക്ക് നൽകാൻ അധികാരികളുമായി സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കമ്പനിയെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ച തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാനാണ് ഗ്രൂപ്പിന്റെ ശ്രമം നടക്കുന്നത്. കമ്പനിയെ ഉയരങ്ങളിലേക്ക് നയിച്ചുവെന്ന് അവകാശപ്പെടുന്ന മുൻ CEO പ്രശാന്ത് മങ്ങാട്ട് അടക്കം തട്ടിപ്പിനെ കുറിച്ച് അറിവുള്ള എല്ലാവരെയും പൂട്ടും. UAE അധികൃതരുമായി സഹകരിച്ചാണ് NMC ഗ്രൂപ്പ് നീതി തേടുന്നത്. മലയാളിയായ പ്രശാന്ത് മങ്ങാട്ട് ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരം. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുമില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ബി.ആർ. ഷെട്ടിയും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അംഗീകാരത്തോടു കൂടി നടന്ന ആഭ്യന്തര അന്വേഷണത്തിന് ശേഷമാണ് പുതിയ തീരുമാനം. ഇതാദ്യമായിട്ടാണ് ഇക്കാര്യം കമ്പനി അധികൃതർ തന്നെ ഔദ്യോഗികമായി തുറന്ന് സമ്മതിക്കുന്നത്. പ്രശാന്ത് മങ്ങാട്ട് CFOയും CEOയും ആയിരുന്ന കാലത്തെ മാനേജ്മെന്റ് തീരുമാനങ്ങളാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ ക്രമക്കേടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് കഴിഞ്ഞ മാസമാണ് പ്രശാന്തിനെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. 335 ദശലക്ഷം മില്യൺ ഡോളറിന്റെ ക്രമക്കേടുകൾ പ്രശാന്ത് പൂഴ്ത്തിവെച്ചുവെന്നാണ് ആരോപണം. NMCയുടെ 2.7 ബില്യന്റെ ബാങ്ക് വായ്പകളും ഒളിപ്പിച്ചു വെച്ചു. നിലവിലെ ബോർഡ് ഓഫ് ഡയറക്ടർമാർക്ക് ഈ വായ്പകളെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. NMC ബോർഡിൽ ബി.ആർ. ഷെട്ടിയുടെ രാജിക്ക് ശേഷം 6 അംഗങ്ങളുണ്ടായിരുന്നു. ആദ്യം സസ്പെൻഡ് ചെയ്ത ശേഷം
ശേഷമാണ് പ്രശാന്ത് മങ്ങാട്ടിനെ പുറത്താക്കിയത്. NMC ഹെൽത്തിന്റെ CFO പ്രശാന്ത് ഷേണോയി ദീർഘകാല അവധിയിലായിരുന്നു. അദ്ദേഹവും രാജിവെച്ചിരുന്നു. NMC ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. അവിടുത്തെ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയവുമില്ല. UK അധികൃതരുമായി ചേർന്നായിരിക്കും തുടർ നടപടികൾ വരിക. മുൻ FBI ഡയറക്ടർ ലൂയി ഫ്രീ നയിക്കുന്ന US കേന്ദ്രമാക്കി കൺസൾട്ടൻസിയാണ് ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഫ്രേ ജഡ്ജിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മുതിർന്ന എക്സിക്യൂട്ടീവുകൾ എല്ലാം തന്നെ രാജ്യം വിട്ടുകഴിഞ്ഞു. അവധിയിലാണ് എന്ന് പറയുന്ന പ്രശാന്ത് ഷേണായും രാജ്യം വിട്ടുവെന്നാണ് കരുതുന്നത്. പ്രശാന്ത് മങ്ങാട് CEO ആയിരുന്ന കാലത്ത് UAE പ്രൈമറി ഹെൽത്ത് കെയർ ക്ലിനിക്കുകളുടെ ഒരു നിര തന്നെ ഏറ്റെടുത്തിരുന്നു. അമേരിക്ക ഷാർജയിലെ ഡോക്ടർ സണ്ണി ഹെൽത്ത് കെയർ ഗ്രൂപ്പ്, പ്രീമിയർ ഹെൽത്ത് കെയർ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയറിന് ഒരു ക്ലിനിക്കും ഡോക്ടർ സണ്ണി ഹെൽത്ത് കെയർ ഗ്രൂപ്പിന് 6 ക്ലിനിക്കുകളും ഉണ്ടായിരുന്നു. ഡോക്ടർ സണ്ണി ക്ലിനിക്കുകളെ $64 ദശലക്ഷം അമേരിക്കയറിനെ $33 ദശലക്ഷം ഏറ്റെടുത്തത്. എന്നാൽ ഡോക്ടർ സണ്ണി ഗ്രൂപ്പിന് പരമാവധി $30 ദശലക്ഷം ദിർഹം മൂല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സംശയിക്കുന്നത്. അതുപോലെ തന്നെ പ്രീമിയർ കെയർ ഹോം മെഡിക്കലിൽ 2018 70% ഓഹരികൾ വാങ്ങിയത് $36.4 ദശലക്ഷം 10 ജീവനക്കാർ മാത്രമുള്ള കമ്പനിയായിരുന്നു പ്രീമിയർ കെയർ ഹോം മെഡിക്കൽ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അബുദാബിയിലെ റോയൽ വിമൻസ് ഹോസ്പിറ്റൽ സംരംഭത്തെക്കുറിച്ചും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ ഇടപാടുകളെല്ലാം തന്നെ പെരുപ്പിച്ചു കാട്ടിയവയായിരുന്നുവെന്നും സംശയിക്കുന്നുണ്ട്. ആർക്കൊക്കെ NMCയിൽ ഇതൊക്കെ അറിയാമായിരുന്നുവെന്നും അറിയേണ്ടതുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റായ പ്രശാന്ത് മങ്ങാടിന്റെ NMC ഹെൽത്തിലെ കുതിപ്പ് സമാനതകൾ ഇല്ലാത്തത് തന്നെയായിരുന്നു. കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ കടിഞ്ഞാൺ ഡോക്ടർ ഷെട്ടിയുടെ കയ്യിൽ നിന്ന് കുടുംബത്തിന് പുറത്തുള്ള ഒരാളിലേക്ക് കൈമാറുന്ന ആ പ്രയാസമേറിയ കാലഘട്ടത്തിലാണ് പ്രശാന്ത് CEO ആയി വരുന്നത്. 5 വർഷക്കാലം കൊണ്ട് 2 ബില്യൺ ദിർഹത്തിന് അൽ സഹറ ആശുപത്രി ഏറ്റെടുക്കൽ അടക്കം NMC UAE വിപണിയിൽ കരുത്തുറ്റതാക്കാൻ പ്രശാന്തിന് സാധിച്ചു. 2018 റവന്യൂ 2 ബില്യൺ കടക്കുകയും അറ്റലാഭം 251.9 ദശലക്ഷം കവിയുകയും ചെയ്തു. ഇത് രണ്ടും കമ്പനിയുടെ റെക്കോർഡ് നേട്ടങ്ങളുമായിരുന്നു. ഇത്രയും നേട്ടങ്ങൾ കൊണ്ടുവന്ന CEO പൊടുന്നനെ മാറ്റിയത് സീനിയർ എക്സിക്യൂട്ടീവ് ടീമിനെയും സംശയത്തിന്റെ നിഴലിലാക്കുകയായിരുന്നു. ഇത്രയും നാൾ നടന്നതിൽ പലതും സുതാര്യമല്ല എന്ന സംശയം നിക്ഷേപകർക്ക് ഉണ്ടായാൽ പോലും കുറ്റം പറയാൻ സാധിക്കില്ല. NMCയിൽ ഡെപ്യൂട്ടി CEO, CFO പദവികളും പ്രശാന്ത് മങ്ങാട് വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ ഷെട്ടിയുടെ തന്നെ നിയോ ഫാമയുടെയും CFO ആയിരുന്നു. തന്റെ സഹോദരൻ പ്രമോദ് മങ്ങാടിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ഒപ്പം കേരളത്തിൽ നെന്മാറയിൽ പ്രശാന്ത് മങ്ങാട് അവൈറ്റീസ് എന്ന ആശുപത്രി പോലും തുറന്നു. ആശുപത്രി ഉദ്ഘാടനത്തിന് എത്തിയതാകട്ടെ ഡോക്ടർ ബിയ ഷെട്ടി, അതും പ്രധാനാതിഥിയായി. ഡിസംബർ മധ്യത്തിനു ശേഷം ഷെട്ടിയുടെ NMC ഹെൽത്തിന്റെ ഓഹരി മൂല്യം 70% ഇടിഞ്ഞത്. അമേരിക്കൻ നിക്ഷേപക സ്ഥാപനമായ മഡി വാട്ടേഴ്സ് ഓഹരി പെരുപ്പിക്കൽ ആരോപണം ഉന്നയിച്ചതോടെയാണ് NMCയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞത്. കമ്പനിയുടെ കോ ചെയർമാൻ പദവിയിൽ നിന്ന് ഫെബ്രുവരി 17 ഷെട്ടി രാജിവെക്കുന്നത്. NMC ബോർഡിന്റെ ആവശ്യപ്രകാരമായിരുന്നു രാജി. വൈസ് ചെയർമാൻ ഖലീഫ ബുട്ടി അടക്കം 4 ബോർഡ് അംഗങ്ങളാണ് NMCയിൽ നിന്ന് പുറത്തുപോയത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റും ഏറ്റെടുത്ത സ്ഥാപനങ്ങളുടെ മൂല്യവും പെരുപ്പിച്ചു കാട്ടി എന്ന ആരോപണം NMCയിലെ അഴിമതിയുടെ ലക്ഷണമെന്നാണ് മഡി വാട്ടേഴ്സിന്റെ സ്ഥാപകനായ കാൾസൺ ബ്ലോക്ക് പ്രതികരിച്ചത്. എന്തായാലും വിവാദവും അഴിമതിയും ക്രമക്കേടുകളും ഒക്കെ ആയപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഷെട്ടി തന്നെ മുൻ FBI ഡയറക്ടറെ നിയോഗിച്ചിരുന്നു. NMCയിലെ സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളാണ് അന്വേഷിക്കുന്നത്. ടെസ്ല അടക്കം മറ്റു കമ്പനികൾക്കെതിരെയും ഇതുപോലെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മഡി വാട്ടേഴ്സ് ഉന്നയിച്ചുവെന്നാണ് ഷെട്ടിയോട് അടുത്ത വൃത്തങ്ങൾ ആരോപിച്ചിരുന്നത്. സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണം ഉറപ്പാക്കാനാണ് ഷെട്ടി ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് എന്നായിരുന്നു ന്യായീകരിച്ചിരുന്നത്. മാനേജ്മെന്റ് തലത്തിൽ കഴിഞ്ഞ 4 വർഷമായി ഷെട്ടി സജീവമായിരുന്നതുമില്ല. തന്റെ ഇന്ത്യൻ സംരംഭങ്ങളിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ ഊന്നിയിരുന്നത്. CEO പ്രശാന്ത് മങ്ങാട്ടാണ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. NMC ഹെൽത്തും ധനകാര്യ സേവന സ്ഥാപനമായ ഹിനബ്ലറും അടക്കമുള്ള കമ്പനികളിലെ ഷെട്ടിയുടെ ഓഹരി ഡിസംബർ 10 കണക്ക് പ്രകാരം 2.4 ബില്യനാണ്. അതിനിടെയാണ് മഡി വാട്ടേഴ്സിന്റെ ആരോപണം ഇരുട്ടടിയായി മാറിയത്. UAEയിലും യൂറോപ്പിലുമായി 200-ലേറെ ആശുപത്രികളുള്ള ആശുപത്രി ശൃംഖലയാണ് NMC. ഡയറക്ടർ, ജോയിന്റ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനങ്ങളാണ് ബിയ ഷെട്ടി ഒടുവിൽ രാജിവെച്ചത്. മഡി വാട്ടേഴ്സ് ഓഹരി പെരുപ്പിക്കൽ ആരോപണം ഉയർത്തിയതോടുകൂടി NMCയെ വളർത്തിയ പ്രമുഖ ഇന്ത്യൻ സംരംഭകൻ കടുത്ത സമ്മർദ്ദത്തിലേക്ക്
വഴുതി മാറി. ഹാനി ബുത്തുക്കി, അബ്ദുൾ റഹ്മാൻ ബസാദിഖ് എന്നിവരും ഡയറക്ടർ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. വൈസ് ചെയർമാനായ ഖലീഫ അൽ മുഹീരി രാജിവെച്ചിരുന്നു. ഷെട്ടിയെയും മുഹീരിയെയും ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പോലും കമ്പനി നേരത്തെ വിലക്കിയിരുന്നു. ആകെ വരുന്ന കടം 2.5 ബില്യൺ ഡോളറായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് 2019 വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. കടബാധ്യതയുടെ പൂർണ്ണമായ വിവരങ്ങൾ പോലും പുറത്തുവരുന്നത് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തിരിമറികളുടെയും ആരോപണങ്ങളുടെയും അന്വേഷണത്തിലാണ്. കമ്പനിയുടെ ഓഹരികൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലണ്ടൻ ഓഹരി വിപണിയിൽ സമർപ്പിച്ച ഫയലിംഗിലാണ് NMC കടബാധ്യതയുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിട്ടത്. അതേസമയം കഴിഞ്ഞ ജൂണിൽ NMC സമർപ്പിച്ച ഫയലിംഗിൽ 2.1 ബില്യൺ ഡോളർ കടബാധ്യത മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇത്ര പെട്ടെന്ന് ഒരു കുതിച്ചുചാട്ടം എങ്ങനെ ഉണ്ടായി എന്നത് സംശയകരമായിരുന്നു. എല്ലാം നോക്കി നടത്തിയിരുന്നത് പ്രശാന്ത് മങ്ങാട്ട് ആയിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല എന്ന ചിന്ത ഷെട്ടിയെയും ഒപ്പം മറ്റുള്ളവരെയും അലട്ടിയിരുന്നു. അതേസമയം കടബാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡയറക്ടർ ബോർഡിനോട് വെളിപ്പെടുത്താത്തതും ബോർഡിന്റെ അനുമതി ലഭിക്കാത്തതുമായ 2.7 ബില്യൺ ഡോളറിന്റെ ബാധ്യതകൾ കൂടി പുതുതായി കണ്ടെത്തിയതായി കമ്പനി തന്നെയാണ് വ്യക്തമാക്കിയത്. കമ്പനിക്കകത്ത് നടന്ന സാമ്പത്തിക തിരിമറിയുടെ പശ്ചാത്തലത്തിൽ NMCയുടെ വിവിധ ഹോസ്പിറ്റലുകളിലെ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങുന്ന അവസ്ഥയിൽ പോലും എത്തി കാര്യങ്ങൾ. UAE എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനങ്ങളും UAE കേന്ദ്ര ബാങ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ഫിനാബ്ലറിന്റെ അകത്ത് നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് UAE കേന്ദ്ര ബാങ്ക് ഊർജിത അന്വേഷണം നടത്തുന്നുണ്ട്. ഇടപാടുകളിൽ ഉപഭോക്താക്കൾക്ക് സാങ്കേതിക തടസ്സമോ പൂർത്തീകരിക്കാനുള്ള ഇടപാടുകളോ ഉണ്ടെങ്കിൽ കേന്ദ്ര ബാങ്ക് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്നിരുന്ന വിവരങ്ങൾ. പാപ്പരത്ത നടപടികളിലൂടെ നീങ്ങുന്ന ഫിനോബ്ലറിനെ UAE കേന്ദ്ര ബാങ്ക് നിരീക്ഷണ വിധേയമാക്കുകയും ചെയ്തിരുന്നു. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഫിനാബ്ലർ വ്യാപാരം നടത്തുന്നതിൽ നിന്ന് താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്തു. ഒടുവിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയും കൈക്കൊള്ളേണ്ടി വന്നത്. എന്നാൽ ആഭ്യന്തര അന്വേഷണത്തിൽ കമ്പനിയിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് വെളിപ്പെടുകയും ചെയ്തിരുന്നു. 2018 ഷെട്ടി ട്രാവലേക്സും UAEയും സംയോജിപ്പിക്കുന്ന തരത്തിലുള്ള ഹോൾഡിംഗ് കമ്പനിയായ ഫിനബ്ല രൂപീകരിക്കുന്നത്. 1.3 ബില്യൺ ഡോളർ വിപണി മൂലധനം നേടിയ കമ്പനി ആഗോളതലത്തിൽ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം തകർച്ചയുടെ പടിവാതിൽക്കൽ എത്തിയെന്നായിരുന്നു പുറത്തുവന്നിരുന്ന വിലയിരുത്തലുകൾ. ഫിനാബ്ലറിന്റെയും ഉപസ്ഥാപനമായ UAE എക്സ്ചേഞ്ചിന്റെയും പ്രവർത്തനം സാമ്പത്തിക പ്രതിസന്ധിക്ക് വഴിവെച്ചത് NMCയിൽ നടന്ന സാമ്പത്തിക തിരിമറി മൂലമാണ് എന്ന് തന്നെയാണ് പിന്നീട് വ്യക്തമാകുന്നത്. അബുദാബിയിൽ ഡോക്ടർ ബിയ ഷെട്ടി 4 ദശകങ്ങൾക്ക് മുൻപ് തുടക്കമിട്ട NMC ഗ്രൂപ്പിനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രീമിയം കാറ്റഗറിയിൽ എത്തിക്കാനും തുടർന്ന് 17 രാജ്യങ്ങളിലായി 185 ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ആരംഭിക്കാനും പ്രോവിറ്റ, ഫക്കീഹ്, IVF, അമേരിക്ക തുടങ്ങി ഒട്ടേറെ ഹെൽത്ത് കെയർ ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കമ്പനിക്ക് കീഴിൽ കൊണ്ടുവരാനും പ്രശാന്ത് മങ്ങാട്ട് നൽകിയ ദീർഘവീക്ഷണപരമായ നേതൃത്വം പരിഗണിച്ച് അറബി നാട്ടിൽ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. UAE എക്സ്ചേഞ്ച് ഗ്രൂപ്പിനെ 44 രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുകയും ആഗോളതലത്തിലുള്ള ആകെ റെമിറ്റൻസിന്റെ 6.75% വിപണി പങ്കാളിത്തമുള്ള കമ്പനിയായി വളർത്തുകയും ചെയ്ത മികവെന്നും ലോകം ഒരു ഘട്ടത്തിൽ വാഴ്ത്തിയിരുന്നു. ഇതിനൊക്കെ ഇവർ പറഞ്ഞിരുന്നത് ബിയ ഷെട്ടിയുമായുള്ള കണ്ടുമുട്ടലും തുടർന്നുള്ള ഗൾഫ് ജോലിയും തങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവായി എന്നും പ്രവർത്തിക്കാൻ കഴിവും മനസ്സുമുള്ള ജീവനക്കാരെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും ഉയർത്തിയെടുക്കാനും ഡോക്ടർ ഷെട്ടി പുലർത്തുന്ന ശ്രദ്ധയാണ് ഇപ്പോഴുള്ള നേട്ടങ്ങളുടെ പിൻബലം എന്നുമായിരുന്നു. എന്നാൽ കിട്ടിയ തക്കത്തിന് താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിന്റെ അസ്ഥിവാരം തോണ്ടുകയായിരുന്നു മങ്ങാട്ട് സഹോദരന്മാരെന്ന് ഷെട്ടി പോലും ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്.